നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള എണ്ണ വിതരണത്തെ ബാധിച്ചാൽ ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചതായി റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ലോകത്തെ പ്രധാന എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നീക്കം തടസ്സപ്പെടുമോ എന്ന ആശങ്കകൾക്കിടയിലാണ് റഷ്യയുടെ ഈ വാഗ്ദാനം. ഹ്രസ്വകാലത്തേക്കുണ്ടാകുന്ന ഇന്ധന പ്രതിസന്ധിയെ നേരിടാൻ ആവശ്യമായ എണ്ണശേഖരം നിലവിൽ രാജ്യത്തുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച അറിയിച്ചു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ 6 മുതൽ 8 ആഴ്ചത്തേക്കുള്ള ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലെ ശേഖരം മതിയാകും. ആകെ 45 ദിവസത്തേക്കുള്ള എണ്ണശേഖരം ഇന്ത്യയിലുണ്ട്. 25 ദിവസത്തെ ക്രൂഡ് ഓയിലും 25 ദിവസത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതിയുടെ പകുതിയോളം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഈ പാതയിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇൻഷുറൻസ് കമ്പനികൾ പരിരക്ഷ പിൻവലിച്ചതും ടാങ്കറുകളുടെ നീക്കത്തെ ബാധിച്ചു. നിലവിൽ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $80 മുകളിലെത്തിയത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കാനും നാണയപ്പെരുപ്പത്തിനും കാരണമായേക്കാം. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെട്ടാൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടവുമായിട്ടുള്ള മുൻ ധാരണ പ്രകാരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറച്ചുകൊണ്ടുവരികയായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇതിൽ മാറ്റം വന്നേക്കാം. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് വിമാന ഇന്ധനത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 7 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരത്തിന്റെ വിവരങ്ങൾ കൈമാറാൻ വിമാനത്താവള ഓപ്പറേറ്റർമാരോട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചത് പ്രകാരം രാജ്യം ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ്. ഇന്ധന ലഭ്യത നിരീക്ഷിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും മന്ത്രാലയം തുറന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ വിതരണം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുമെന്ന ഭീതി നിലനിൽക്കവെയാണ് റഷ്യയുടെ ഈ നിർണായക വാഗ്ദാനം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടായാൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ തയ്യാറാണെന്ന് റഷ്യൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം കടുക്കുകയും മേഖലയിലെ വ്യാപാര പാതകളെയും ഷിപ്പിംഗ് ലൈനുകളെയും ബാധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഉറപ്പ് ലഭിക്കുന്നത്. അതേസമയം ഹ്രസ്വകാലത്തേക്കുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്ന ശേഖരം ഇന്ത്യയുടെ പക്കലുണ്ടെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്ന് വ്യക്തമാക്കിയത്. ഊർജ്ജത്തിന്റെ ലഭ്യത, കുറഞ്ഞ വില, സുസ്ഥിരത എന്നീ 3 കാര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. പൗരന്മാരുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള എണ്ണ വിതരണത്തിന്റെ 3-1 നടക്കുന്ന പ്രധാനപ്പെട്ട ഇടനാഴിയാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സാധാരണ അസംസ്കൃത എണ്ണ ഒഴുക്കിന്റെ ഏകദേശം 86% തടയപ്പെട്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളെ കനത്ത പ്രതിസന്ധിയിലേക്ക് ഈ സാഹചര്യം എത്തിച്ചിരിക്കുകയാണ്. 700-ലധികം എണ്ണക്കപ്പലുകളാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശത്തും നിർത്തിയിട്ടിരിക്കുന്നത്. മാർച്ച് 1-ന് 28 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി 3 ടാങ്കറുകൾ മാത്രമാണ് ഹോർമുസ് കടന്നുപോയത്. മാർച്ച് 2 ആയപ്പോഴേക്കും ഒരു ചെറിയ ടാങ്കറും ഒരു ചെറിയ ചരക്കപ്പലും മാത്രമാണ് ഇതിലൂടെ പോയത്. ഹോർമുസ് അടച്ചതോടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവരവ് സംബന്ധിച്ച പ്രതിസന്ധി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കൈവശം ഏകദേശം 100 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണശേഖരം ഉണ്ടെന്ന് പ്രമുഖ അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭരണ ടാങ്കുകളിലും തന്ത്രപരമായ ഭൂഗർഭ കരുതൽ ശേഖരങ്ങളിലും രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന കപ്പലുകളിലുമായിട്ടാണ് ഈ എണ്ണശേഖരമുള്ളത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണവരവ് തടസ്സപ്പെട്ടാൽ ഏകദേശം 40 മുതൽ 45 ദിവസത്തേക്ക് ആവശ്യകത നിറവേറ്റാൻ ഇത് പര്യാപ്തമാണെന്ന് കെപ്ലർ റിപ്പോർട്ട് ചെയ്യുന്നു. കടൽ വഴിയുള്ള അസംസ്കൃത എണ്ണയുടെ കയറ്റുമതിയുടെ ഏകദേശം 3-1, ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഏകദേശം 20% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലെത്തുന്നത്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ രാജ്യമാണ് ഇന്ത്യ.